ഹലോ ഫ്രണ്ട്സ്, മാത്യു തോമസ് നായകനെത്തുന്ന പുതിയ സിനിമയാണ് ലവ്ലി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തമിഴിൽ നമ്മുടെ ഈച്ച എന്ന സിനിമ ഇറങ്ങിയതുപോലെ തന്നെ ഇതും ഒരു ഈച്ചയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇത് മലയാളത്തിൽ എത്രമാത്രം വർക്കൗട്ട് ആവുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന മെയ് മാസം 2-ാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തുന്നതായിരിക്കും. കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന പുതിയ പാൻ ഇന്ത്യൻ മൂവിയാണ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ ട്രോളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര സീരിയൽ മേക്കിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ പേഴ്സണലി എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ആരും എടുത്തു പറയുന്ന രീതി ഞാൻ കണ്ടില്ല. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം 27-ാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തുന്നതായിരിക്കും. നല്ല ക്യാമിയോസ് സിനിമയിലുണ്ട്. ബേസിൽ ജോസഫ് നായകനെത്തിയ പുതിയ സിനിമയാണ് മരണമാസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് സക്സസ്ഫുള്ളായി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാത്ത കോമഡി എഡിറ്റേൻ്റെ സിനിമ തന്നെയാണ് മരണമാസ്. ഇപ്പോൾ ഇതാ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം വിറ്റുപോയിരിക്കുകയാണ്. സോണി ലൈവാണ് സിനിമയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം മേടിച്ചിരിക്കുന്നത്. സിനിമ എന്തായാലും മോഡേൺ ഉണ്ടാവത്തില്ല, എന്നാലും പ്രതീക്ഷിക്കാം.